വയനാട് കൽപ്പറ്റ സിവിൽ സ്റ്റേഷന് സമീപം വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു. ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. സുൽത്താൻ ബത്തേരി താലൂക്കിൽ 2 ക്യാമ്പുകൾ ആരംഭിച്ചു. 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങളാണുള്ളത്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, മഴ എങ്ങനെയുണ്ട് വയനാട്ടിൽ? എത്ര പേരെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്? ശക്തമായ മഴയാണ് ഇപ്പോഴും വയനാട് തുടരുന്നത്. വയനാടിന്റെ പലയിടങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ സുൽത്താൻ ബത്തേരിയിൽ 2 ക്യാമ്പുകൾ തുറന്നു എന്നുള്ളതാണ്. 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങളിലെ 27 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് വീടുകളിലേക്കടക്കം വെള്ളം കയറാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 27 കുടുംബങ്ങളെ ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. വയനാട്ടിലെ ആദ്യ ക്യാമ്പാണ് ഇത്. എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ വലിയ രീതിയിൽ മരങ്ങൾ ഈ റോഡിലേക്ക് വീണ് ഗതാഗതമടക്കം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് കൽപ്പറ്റയുടെ ടൗണിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെയാണ് SP ഓഫീസിലേക്ക് കയറുന്നതിന് തൊട്ടടുത്തുള്ള ആൽമരം തകർന്നു വീണ് ഒരു കാറിന് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ദൃശ്യം അല്പം ഭീതിതമാണ്. പ്രത്യേകിച്ച് ആ കാറിന്റെ മുൻഭാഗത്തേക്കാണ് ഈ ഒരു മരം വീണിട്ടുള്ളത്. എന്തായാലും യാത്രക്കാരന് വലിയ പരിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ സിവിൽ സ്റ്റേഷൻ വഴി വരുന്ന ആളുകൾ ആ യാത്ര ഒഴിവാക്കി കൽപ്പറ്റ ബൈപ്പാസ് വഴി വേണമെന്നും ഇപ്പോൾ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ മരമായതിനാൽ തന്നെ അത് മുറിച്ചു മാറ്റുന്ന നടപടി ഇപ്പോൾ ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൽപ്പറ്റ സിവിൽ സ്റ്റേഷന് മുന്നിൽ മാത്രമല്ല, വലിയ രീതിയിൽ ഈ കൃഷ്ണഗിരി അടക്കം പല സ്ഥലങ്ങളിലും ഇന്ന് വലിയ മരങ്ങൾ ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യം. അത് രാത്രിയിലും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ അപകടങ്ങൾ, ഏതെങ്കിലും മരണമോ ആളപായമോ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. സോന, ആഷിഖ്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്? വയനാടിന്റെ മൊത്തം പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വലിയ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് റെഡ് അലേർട്ട് ആയിരുന്നു, നാളെയും റെഡ് അലേർട്ട് ആണുള്ളത്. അതിനാൽ തന്നെ വലിയ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പടിഞ്ഞാറത്തറ അടക്കം ലക്കിടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് കൽപ്പറ്റ നഗരങ്ങളിലേക്ക് വരുന്ന സമയത്ത് വലിയ ഒരു ശക്തമായ മഴയില്ലെങ്കിൽ പോലും ഈ മലയോര പ്രദേശങ്ങളിൽ ഈ ലക്കിടി പടിഞ്ഞാറത്തറ അടക്കം പ്രദേശങ്ങളിൽ വലിയ മഴയാണ് പെയ്യുന്നത്. നിർത്താതെയുള്ള അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ ചൂരൽമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റോട് കൂടിയുള്ള മഴയാണ് പെയ്യുന്നത്. അതിനാൽ തന്നെ അവിടെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാരോട് വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കളക്ടറേറ്റിൽ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ അവിടുന്ന് മാറിപ്പോകണമെന്നും കുട്ടികളെ അടക്കം പുഴയിലേക്ക് പുറത്തുവിടരുത്. ഈ വൈദ്യുതി കമ്പികൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ അതിൽ സ്പർശിക്കരുത് അടക്കമുള്ള എല്ലാവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ മാറി താമസിക്കേണ്ടി വന്നാൽ അടുത്തുള്ള സ്കൂളുകളിലേക്ക് മാറണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ നമുക്കറിയാവുന്ന പോലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉള്ളതിനാൽ തന്നെ വലിയ ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ ഇത്തരത്തിൽ ജാഗ്രതയുണ്ട്. NDRF സംഘം മീനങ്ങാടിയിൽ 28 അംഗ NDRF സംഘം മീനങ്ങാടിയിൽ സർവ്വസജ്ജരായി നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി 28 അംഗ NDRF ശരി ആഷിഖ്, വ്യക്തമാണ്. ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.